വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഇനി എന്താന്നല്ലേ മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം. പിന്നെ മൂപ്പരാന്റെ ഇട്ടിട്ട് പറയണേ ഞാൻ കളവ് പറയുന്നത് കണ്ടോ, ഞാൻ കളവ് പറയുന്നത് കണ്ടോ. കളവ് പറയണ ആരാന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ തെളിയിച്ചിട്ടേ പോവുള്ളൂ. ആരാ കളവ് പറയണത്, ആരാണ് അതിന്റെ ആളുകൾ എന്നൊക്കെ തെളിയിക്കും. പിന്നെ ഇവിടെ ഇട്ട ക്ലിപ്പ് എന്താ, മുജാഹിദ് ബാലുശ്ശേരിയെ കുറിച്ചാ. എന്താ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്? ബാലേട്ട മുസ്ലിമാണ് എന്ന് പറഞ്ഞോളാം. ഇപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ക്ലിപ്പ് കേട്ടോളൂ. ആരോപണം പറയാൻ വേണ്ടി അവരുടെ ക്ലിപ്പ് ഒന്ന്. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കണ്ടോ, ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തായി? ബാലേട്ടൻ മുസ്ലിം, അത് ഒറ്റയാള് കാഫിർ. ഇതെല്ലാ സക്കാഫിയുടെയും പോകലുണ്ട് ഈ ക്ലിപ്പ്. ഇതേതോ ഒരാൾ ഏതോ മൂലക്കുന്ന് മുറിച്ചെടുത്ത് ഈ സാധുവിന്റെ അപ്പുറത്തെ ഇപ്പൊ തന്നെ കേട്ടിട്ടില്ല. ഞങ്ങളിവിടെ ക്ലിപ്പിട്ടില്ല, ഞങ്ങളുടെ കഷ്ണം ഇട്ടത് അല്ലല്ലോ. മാന്യയുടെ ഒരു ആശയം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? ഞങ്ങളിടുന്ന ക്ലിപ്പില് ഒരാശയമല്ല, ഒരു വാക്കാണോ, അല്ല അക്ഷരമല്ല, അക്ഷരത്തിനല്ല ഞങ്ങളുടെ മറുപടി, ആശയത്തിനാണ് ഞങ്ങളുടെ മറുപടി. ഞങ്ങളുടെ ആശയമുണ്ട്, അതുകൊണ്ട് ആശയത്തിന് മറുപടി പറയാം. നിങ്ങളിൽ ആശയമില്ല, അതുകൊണ്ട് അക്ഷരത നിങ്ങൾ പിടിച്ചിട്ടാണ് കളിക്കല്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ബാലുശ്ശേരിയോട് പറയണത് അത് കേട്ടോളൂ. അപ്പൊ ഈ വാചകം എന്താന്ന് പറഞ്ഞാൽ ഈ ആശയം എന്താന്ന് കേട്ടോളൂ. വെള്ളം കുടിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസക്കാനി വജാലനി മിനൽ മുസ്ലിമീൻ. ഒതു എടുക്കുമ്പോ ബിസ്മില്ലാ, വാഹനത്തിൽ കയറുമ്പോ ബിസ്മില്ലാ, എന്തൊക്കെ പ്രാർത്ഥനകൾ. അപ്പൊ ബിസ്മി കൊണ്ടാണ് ഏതൊരു നല്ല കാര്യം തുടങ്ങേണ്ടത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, വെള്ളം കുടിക്കുമ്പോ ദൈവത്തെ പറ്റി ഓർക്കാറുണ്ടോ? ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളുടെ മതം തുടങ്ങാറുണ്ടോ? എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. വെള്ളം കുടിക്കുമ്പോ ദൈവമേ നിന്റെ നാമത്തിൽ എന്ന് പറയാറുണ്ടോ? അത് പറയാൻ സാധിക്കുമോ? ഒരാൾ വെള്ളം കുടിക്കുമ്പോ മൊയ്തീൻ ശൈഖിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ആ ആരാധന മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളതാണ്. ഒരാൾ മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ അയാളുടെ നിയ്യത്ത്, അയാൾ ചൊല്ലിയത് ബിസ്മിയാണെങ്കിലും അയാളുടെ മനസ്സിൽ മൊഹീദ്ദീൻ ശൈഖിനാണെങ്കിൽ അയാൾ മൊഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആരാധിച്ചു എന്നാണ്. ഗുരുവായൂരപ്പന് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ തൃക്കാക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ ബലി നൽകുന്നതെങ്കിൽ, ചോറ്റാനിക്കര അമ്മക്ക് വേണ്ടിയാണ് ഒരാൾ പശുവിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതെങ്കിൽ അത് ചോറ്റാനിക്കര അമ്മക്കുള്ള ആരാധനയാണ്, ദൈവത്തിനുള്ള ആരാധനയല്ല. പണ്ടുകാലത്ത് പലപ്പോഴും നമ്മുടെ ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോ രാത്രി വീടുകളിൽ നിന്ന് ശബ്ദം ഇങ്ങനെ കേൾക്കും. ശബ്ദം കേട്ടാ വീടേതാ തിരിച്ചറിയില്ല. അപ്പതാ ഒരു വീട്ടിൽ നിന്ന് മൊഹീദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറയുമ്പോ ഇടവഴിയിലൂടെ നടന്ന മനുഷ്യ മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണ്. തൊട്ടപ്പുറത്തുനിന്ന് ആരെങ്കിലും ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉടനെ മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാഫിറിന്റെ വീടാണ്. എന്തൊരു വൈരുദ്ധ്യമാണ്! യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാരണം എന്താ? ദൈവമേ രക്ഷിക്കണേ എന്നത് പ്രാർത്ഥനയാണ്, അത് ദൈവത്തോടാണ്, ഇടയാളന്മാരില്ലാത്തതാണ്. അള്ളാഹുവിന് നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്ന പരിഭാഷയാണ്. അപ്പൊ ആ പ്രാർത്ഥന ദൈവത്തോടാണ്. നേരെ മറിച്ച് മൊഹീദ്ദീൻ ശൈഖ് ദൈവത്തിന്റെ ഒരു കേവലം അടിമയാണ്, കേവലം അതീവ ദുർബലനായ അടിമയാണ്. ആ അടിമയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ആ അടിമയോട് ആരാധന നടത്താൻ പാടില്ല. ലോകത്ത് ഇതാണ് മുജാഹിദുകളുടെ വാദം. കണ്ടോ, ഈ നിലക്ക് വിശദമായി പറയുന്ന ഒരു ഭാഗത്തുനിന്ന് ഇടക്കുന്ന് മൂപ്പർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയൊരു കഷ്ടം, ഒരു മുറി. റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് മുസ്ലിം ആവുക, പടപ്പുകളോട് പ്രാർത്ഥിക്കുമ്പോഴാണ് കാഫിറാവുക. അത് പേര് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കാര്യമില്ല. പടച്ചവനോട് പ്രാർത്ഥിക്കണം, അപ്പോഴാ മുസ്ലിം ആവുക. അള്ളല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അത് യഥാർത്ഥത്തിൽ ഇസ്ലാമല്ല, ദീനല്ല എന്ന് പറയുന്ന ഭാഗത്ത് ഇടക്കുന്ന് മുറിച്ച്. കണ്ടോ, ബാലേട്ടൻ മുസ്ലിം, മറ്റവൻ കാഫിർ എന്നിങ്ങനെ പറഞ്ഞു. പിന്നെന്താ, പിന്നെ വേറൊരു ക്ലിപ്പ് എന്ന് പറഞ്ഞാല് അടിപ്പാവാട ക്ലിപ്പാ. അതെന്താ? ഇവര് തന്നെ ഇടുന്ന ഒരു ക്ലിപ്പ്. എന്താ സംഭവം കേട്ടോളൂ, ഇവരിടുന്ന ഭാഗം കേട്ടോ. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. കണ്ടോ, പിന്നെ സ്വതസിദ്ധമായ മുസ്ലിയാരുടെ ശൈലി. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത ഏതെങ്കിലും മേഖല ഉണ്ടോ? എന്നിട്ട് പിന്നെ അടിപ്പാവാട ധരിക്കാത്ത സ്ത്രീകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം കൈവച്ച മേഖല കേട്ടോ എന്ന് പറഞ്ഞ മുസ്ലിയാർ പിന്നെ ആ മസാല വള്ളി നിറച്ച ആ മസാല ഇങ്ങോട്ട് വേണ്ട കേട്ടോ. ഇനി മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ യഥാർത്ഥ രൂപം എന്താ? നമുക്കൊന്ന് കേൾക്കാലോ. നമുക്ക് കേൾക്കണ ക്ഷാമൊന്നുമില്ല, നമുക്കും ബുദ്ധിയൊക്കെ പഠിച്ചു തന്നല്ലോ, മുസ്ലിയാർക്ക് മാത്രമല്ലല്ലോ. അതെന്താണ്? അത് കേട്ടോളൂ. ആ ഭാഗം എന്താ? ഈ മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന ഭാഗം എന്താ കേട്ടോളൂ. ആണോ നിങ്ങൾ ആലോചിച്ച് നോക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭീരുത്വം കൊണ്ടല്ലേ നിങ്ങൾ യുദ്ധത്തിനെതിരെ? ഞങ്ങൾക്കോ കാന്തപുരത്തിന്റെ തറവാട്ടിലേക്ക് കയറി ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ആണോ ഉള്ളാളം ദർഗയുടെ പരിസരത്ത് എന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ?
CM മടവൂരിന്റെ മക്കാമിന്റെ പരിസരത്ത് എന്ന് മക്കാമിന്റെ മുമ്പിൽ ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ ഇന്ത്യന്റെ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ 6 ഉണ്ടല്ലോ, 1992 ഡിസംബർ 6, ഇന്ത്യ രാജ്യത്ത് മുഴുവനും കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന് പറഞ്ഞ് ചതുർദിന സമ്മേളനം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനം കാണിച്ച ധൈര്യത്തിനോ? ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട അടിക്കാൻ നടക്കുകയായിരുന്നു എന്നല്ല. ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ട. പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതിന് പോലും അവസരമില്ലാത്തൊരു സമൂഹത്തെ. എനിക്കറിയാം, ഞാന് അരീക്കോടിനടുത്തൊരു സ്ഥലമുണ്ട്, ഇരുവേറ്റി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു പ്രസംഗത്തിന് വന്നപ്പോ ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ, അപ്പൊ അയാൾ പറഞ്ഞു, ബാലുശ്ശേരി ഇതെന്താണെന്നറിയോ എന്ന് ചോദിച്ചിട്ടോട്. ഞാൻ പറഞ്ഞു, കൈ പൊട്ടിയതാണ്. അതെങ്ങനെ പൊട്ടിയെന്നറിയുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്റെ ബാപ്പ ഒരു ഖുറാഫിയായിരുന്നു. ഞാൻ തലയിൽ മുടി വെച്ചപ്പോ എന്നെ വാപ്പ ഓടിപ്പിച്ചത്. അപ്പൊ ഞാനൊരു മൂച്ചിമ്മ കയറി മൂച്ചിന്റെ കൊമ്പ് പൊട്ടി വീണ് കൈ പൊട്ടിയതാണ്. മൂച്ചി എന്ന് പറഞ്ഞാൽ മാവ്. അയാൾ പറഞ്ഞത് ഞാൻ അപ്പടി പറഞ്ഞു എന്ന് മാത്രം. മാവിന്റെ മുകളിൽ എന്റെ ബാപ്പ ഓടിച്ചിട്ട് കയറ്റി. അങ്ങനെ കൊമ്പടിഞ്ഞ് ഞാൻ വീണു മുടി വെച്ചതിന്റെ പേരിൽ. ഈ സമൂഹത്തെ മുടി വെച്ചിട്ട് ഇപ്പൊ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, ഓനെ വാർന്നു വെക്കാനും ഒരു ചീർപ്പ് കൈ പിടിപ്പിക്കാനും പഠിപ്പിച്ച പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടില്ല. സക്കാത്ത് സിസ്റ്റമാറ്റിക്കലി ഈ സമൂഹത്തെ പഠിപ്പിച്ച ആര്? മുജാഹിദ് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം വിസ്റ്റിൻ ചർച്ചിൽ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയില്ല എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ തൊട്ടുവെക്കാത്ത ഒരു മേഖലയും കേരളത്തിലില്ല. അതുകൊണ്ട് വളരെ ഗൗരവം പറയാ. ഇത്രയും കണ്ടോ എവിടുന്നാ മുറിക്കല്, ക്ലിപ്പ് മുറിക്കല് കണ്ടോ? അപ്പൊ ഇതാണ് സംഭവം. എന്നിട്ട് മുസ്ലിം വല്ല കേമത്തിനെ കാണാ, കണ്ടോ പാവാടാ. എന്താ ചെയ്യാ? എന്തതിന് പറയാ? എന്ത് മര്യാദ ആണ്? ആദ്യം തന്നെ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഇതെല്ലാം കൂടെ അഡ്വാൻസ് ആയിട്ട് ഇട്ട് നമ്മളെ കൊണ്ട് പറഞ്ഞ് നമ്മൾ നാക്ക് കിട്ടാൻ ഉളുപ്പില്ല, 3 അക്ഷരം ഇല്ല, അതില്ല. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് ബേജാറാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് കേൾപ്പിച്ചു വെച്ചു. പിന്നെ ബേജാറില്ല. ഇപ്പൊ ഇടക്കിടക്ക് നിങ്ങൾ അതിങ്ങനെ ഓർത്തോണം, ഇടക്കിടക്ക് ഇങ്ങനെ കേട്ടോണം. പിന്നെ അവസാനം പിന്നെ ഭീകരമായ ഒരു കേട്ടത്, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു നമ്മുടെ കുട്ടികളെ മുഴുവൻ കഴുത്ത് ഞെരിച്ചു കൊല്ലണം. എന്താ കഴുത്ത് ഞെരിച്ചു കൊല്ലണം? എന്താ ഇതിനൊക്കെ നമ്മുടെ ഈ വാദിന്റെ സദസ് വെച്ചിട്ട് എത്ര കാര്യം പറയാൻ നമുക്കുണ്ട്. മാന്യമായിട്ട് നമുക്ക് പറയാം, ആദർശം പറയാലോ. മുസ്ലിം പറഞ്ഞോ ഒരു പ്രശ്നമില്ല, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം ഞങ്ങളുടെ വാദം. അല്ലല്ലാത്തൊരു പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വാദം തെളിവ് നിങ്ങൾ ഉദ്ധരിച്ചോ, ഞങ്ങൾ മറുപടി പറയാം. ഞങ്ങൾ തെളിവ് ഉദ്ധരിക്കുക, നിങ്ങൾക്ക് അതിന് മറുപടി പറയാം, തെളിവ് ഉദ്ധരിക്കാം. നമുക്ക് അത്ര അന്തസ്സായിട്ട് നടത്താം. എന്തിനാ ഈ വൃത്തികേട് നീക്കണത്?